Welcome to Isha's Kitchen. ഞാൻ വന്നിട്ടുള്ളത് വളരെ ഹെൽത്തിയും ടേസ്റ്റി ആയിട്ടുള്ള മത്തങ്ങ വൻപയർ പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ അതിനു വേണ്ടി ഞാൻ അരക്കപ്പ് വൻപയർ കഴുകി വൃത്തിയാക്കി ഒരു 6 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തി എടുത്തിട്ടുള്ളതാണ്. ഇത് നമുക്ക് ആദ്യം ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ പയർ കുക്കറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അത് മുങ്ങാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് അടച്ച് ഒരു 3-4 വിസിൽ വരുന്നവരെ ഒന്ന് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് പയർ വേവുന്ന നേരം കൊണ്ട് മത്തങ്ങ കൂടി ഒന്ന് കട്ട് ചെയ്ത് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ 1/2 കിലോ മത്തനാണ് എടുത്തിട്ടുള്ളത്. അത് ഞാൻ ഇവിടെ ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. മത്തൻ തൊലി കളഞ്ഞ് നമുക്ക് വലിയ പീസായി കട്ട് ചെയ്തിട്ട് വേവിച്ചതിന് ശേഷം ഉടച്ചെടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. മത്തങ്ങ വേവിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1/2 കപ്പ് 2-ാം പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം. ഇനി അടച്ചു വെച്ച് മത്തങ്ങ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. നല്ല തിളച്ച് വന്നു കഴിഞ്ഞാൽ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാം. 3 വിസിൽ വന്നപ്പോൾ ഞാൻ പയർ ഓഫാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് പ്രഷറൊക്കെ പോയതിന് ശേഷം അത് തുറന്ന് നോക്കാം. അപ്പം നമ്മളെ മത്തങ്ങയൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മൾ പയറൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള മത്തങ്ങ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ശർക്കര ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 300 ഗ്രാം ശർക്കര ഉരുക്കിയെടുത്തിട്ടുണ്ട്. അത് നമുക്ക് മുഴുവൻ ഒഴിച്ചു കൊടുക്കണ്ട, നമ്മുടെ ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ചിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. ഇത് മറയൂർ ശർക്കര ആയതുകൊണ്ടാണ് കേട്ടോ കളർ ഇങ്ങനെ. നല്ല മധുരം വേണമെന്നുള്ളവരാണെങ്കിൽ നമുക്കത് മുഴുവൻ ഒഴിച്ചു കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു 1/4 ഭാഗം ഒഴിച്ചു കൊടുത്താൽ മതി. ഇതുപോലെ കുറച്ച് ലൂസായിട്ട് വേണം കേട്ടോ പാവ് ഉണ്ടാക്കാൻ. അങ്ങനെ ആകുമ്പോൾ ആ ശർക്കരയിൽ കിടന്ന് വറ്റി വരുമ്പോൾ മത്തലിനും പയറിലൊക്കെ നല്ല മധുരം പിടിക്കും. ഞാനിവിടെ 1/4 ഭാഗം ശർക്കര ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു മധുരം നല്ല പാകമാണ് കേട്ടോ. ഒരു 250 ഗ്രാം ശർക്കരയാണ് നമുക്ക് ഈ ഒരു അളവിലേക്ക് വേണ്ടോ. പിന്നെ കുറച്ച് അധികം മധുരം വേണമെന്നുണ്ടെങ്കിൽ മാത്രം 300 ഗ്രാം എടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഞാനൊരു നുള്ള് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായി ഒന്ന് വറ്റി വരുന്ന വരെ നമുക്ക് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം. ശർക്കര പാവൊക്കെ നന്നായി വറ്റി മത്തലിലും പയറിലൊക്കെ നന്നായി പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഇവിടെ 3 കപ്പ് 1-ാം പാലാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ലൂസായിട്ടുള്ള പായസമാണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ 4 കപ്പ് തേങ്ങാപ്പാൽ എടുക്കാം കേട്ടോ. അപ്പം ഞാൻ തേങ്ങാപ്പാൽ 3 കപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അധികം തിളപ്പിക്കണ്ട കേട്ടോ. ചെറുതായിട്ട് ഒന്നിങ്ങനെ തിള വന്ന് വരുമ്പോൾ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. മത്തങ്ങയൊന്നും കഴിക്കാൻ, കറി വെച്ചാലൊന്നും കഴിക്കാൻ ഇഷ്ടമില്ലാത്ത കുട്ടികൾക്ക് നമുക്ക് ഈ രീതിയിൽ ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ. ഞാനിവിടെ 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ചുക്കും അതുപോലെ നല്ല ജീരകം ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ വറുത്ത് പൊടിച്ചിട്ടുള്ള നല്ല ജീരകത്തിൻ്റെ പൊടിയും പിന്നെ കുറച്ച് ചുക്ക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ചെറുതായിട്ട് തിള വന്ന് തുടങ്ങുന്നുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമുക്ക് പായസത്തിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഒന്ന് വറുത്തിടാം. അപ്പം അതിന് വേണ്ടി ഞാനിവിടെ 1.5 ടേബിൾ സ്പൂൺ പശു നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി ഇട്ട് നമുക്കൊന്ന് വറുത്തെടുക്കാം. അതൊക്കെ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ.
അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ നല്ല പാകത്തിന് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം ആ പാനിൽ തന്നെ കുറച്ചും കൂടി നെയ്യ് ഒഴിച്ചിട്ട് നമുക്ക് കുറച്ച് നാളികേരം കൂടി ഒന്ന് വറുത്തിടാം. ഞാനിവിടെ ചെറിയ നാളികേരം 2 ടേബിൾ സ്പൂണാണ് ഇടുന്നത്. അതെല്ലാം നിങ്ങൾക്ക് നാളികേരം കൊത്താണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ ചെറിയ പീസായി കട്ട് ചെയ്തിട്ട് അങ്ങനെ റോസ്റ്റ് ചെയ്തിട്ട് ഇടാം കേട്ടോ. ഇതിങ്ങനെ ഇടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇങ്ങനെ ചെറിയ നാളികേരം നെയ്യിൽ വറുത്തിടുമ്പോൾ ഒരു വേറെ ടേസ്റ്റാണ്. അപ്പം മുരിച്ചിലൊക്കെ നല്ല പാകമായിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മൾ പായസത്തിലേക്ക് നമുക്ക് ഈ നാളികേരം അതുപോലെ നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളുടെ മത്തങ്ങ വൻപയർ പായസം ഇവിടെ കുടിക്കാൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ പായസം ഉണ്ടാക്കാത്തവർ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു നല്ലൊരു റെസിപ്പി ആയിട്ട് വരാം. താങ്ക് യു. റസിയാസ് കിച്ചൻ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ട് കാണുന്ന ബെല്ലൈക്കനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പം ഇനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.